ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം ടൂർ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഇതാണ് വീട് ഇതാണ്. ഈ ഇരിക്കണത് എൻ്റെ അമ്മയാണ്. അമ്മ ഇരുന്ന് ഫോൺ കാണുകയാണ്. ഈ അടുത്തിരിക്കണത് കഞ്ഞിവെള്ളത്തിൻ്റെ ചെമ്പാണ് കേട്ടോ. അമ്മ ഫോൺ കണ്ട് ഓരോന്ന് കോമഡിയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വീട്. ഇതിന് ഫുൾ സീനറി ഞാൻ കാണിച്ചു തരാം. ഇതാണ് വീടിൻ്റെ ഒരു ഫുൾ സീനറി. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു ഫുൾ സീനറി ഇതാണ്. മെറ്റൊക്കെ അത്യാവശ്യം നല്ല തിക്നെസ്സോടുള്ളതാണ്. മെറ്റൊക്കെ അത്യാവശ്യം വലുപ്പമുള്ളതാണ്. പിന്നെ സൈഡിൽ തുണിയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കട്ടിൽ ഊരി വെച്ചിട്ടുണ്ട്. അത് ചെതൽ വന്ന കട്ടിലാണ്, അതുകൊണ്ട് അത് ഊരി വെച്ചിട്ടുണ്ട്. പിന്നെ ആ കോണി ഞങ്ങൾ ചെതൽ മരുന്ന് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ അതങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ തുണി വിരിച്ചിട്ടുണ്ട്. മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഒരു ഓട് വരെയാണ്. പിന്നെ ഇതാണ് ഗേറ്റ്. ഈ ഗേറ്റ് കിടന്ന് ഇങ്ങനെ വരണം, എന്നിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ എത്തുക. ഇതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതാണ് റോഡ്. ആ റോഡ് കഴിഞ്ഞ് ഇങ്ങനെ കയറി വന്നാൽ ഈ ഗേറ്റ് കടന്നിട്ട് ഇങ്ങനെ കയറി പോകണം വീട്ടിലേക്ക്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കാണാം. അപ്പോൾ ഗൈസ്, വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് ഹാള്. ഹോളിലൊരു കസാര ഇട്ടിട്ടുണ്ട്, ഒരു ചാരി കസാര. ഇത് അച്ഛൻ്റെ വണ്ടറുടെ മുകളിലിടുന്നതാണ്. ഇത് പിന്നെ ബാഗ് ഇപ്പോൾ ഒരു കടന്ന് ഇട്ടതാണ്. പിന്നെ ഇവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. ഇത് തൽക്കാലം ഒരു കസാര അവിടെ ഇട്ടതാണ്. കസാരയിൽ ഇരിക്കുന്ന ക്ലാസ്സിൽ എൻ്റെ ചായയാണ്. ഇതുവരെ ചായ ഒന്നും കുടിച്ചിട്ടില്ല. പിന്നെ അവിടെ ഒരു കലണ്ടർ തൂക്കിക്കണം. ഇവിടെ ഒരു ഷോക്കേസ് ഉണ്ട്. ഷോക്കേസിൽ എൻ്റെ ഒരു സമ്മാനവും പിന്നെ എൻ്റെ ഡാൻസിൻ്റെ കുറേ ഫോട്ടോസുമാണ് വെച്ചിട്ടുള്ളത്. ഇതിലൊക്കെ പിന്നെ കുറേ അലങ്കോലമായിട്ട് കിടക്കുന്നതാണ്. ഇതാണ് ടി വി. ഇവിടെ ഒരു സൈഡിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് ടിവിയുടെ വയറും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പിന്നെ എൻ്റെ ബുക്കും അച്ഛൻ്റെ പണി ബുക്കും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് പഴംപൊരിയാണ്. പിന്നെ അതാ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു പുതിയ ഫാനുണ്ട്. ഇതൊരു പുതിയ ഫാനാട്ടോ, ഇപ്പം അടുത്ത് മേടിച്ചിട്ടേ ഉള്ളൂ. ഈ ഫാന് ഹീലിംഗ് ഫാനാണ്. പിന്നെ മുകളിലൊന്നും പ്രത്യേകിച്ച് പറയാനായിട്ടില്ല. ഈ തൂണിന് ഉത്തരം എന്നാണ് പറയാമെന്നാണ് അമ്മയും അവരൊക്കെ പറഞ്ഞത്. ഇത് പിന്നെ എൻ്റെ അച്ഛനും അച്ഛമ്മയാണ്. ഇവിടെ പിന്നെ ഒരു കൃഷ്ണനെ ഫ്രെയിം ചെയ്തിട്ട് തൂക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കസിൻ ചേച്ചി ചെയ്ത വർക്കാണ്. ഡ്രോയിങ്ങിലൂടെ ഫിസിക്കൽ ആർട്ട് ചെയ്തിട്ട് ഫ്രെയിം ചെയ്തതാണ്. പിന്നെ ഇങ്ങനെ വരികയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഇടവഴി. ഇവിടെ ഒരു ഇറക്കം പോലത്തെ സ്ഥലമാണ്. ഇതാണ് ഇടവഴി. ഇടവഴിയിൽ ഇവിടെയാണ് സ്വാമി ഫോട്ടോ. ലൈറ്റ് ഇല്ല കേട്ടോ, സോറി. ഇവിടെയാണ് സ്വാമി ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ജനാല ഉണ്ട്. പിന്നെ ഇതാണ് ഫ്രിഡ്ജ്. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പതിമുക്കാലും കാര്യങ്ങൾ കാണുന്നുണ്ടാവില്ല. പിന്നെ ഈ ഇടവഴിയിൽ തന്നെയാണ് അടുക്കളയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ ജനലുമ്പോൾ തന്നെ ഒരു ഷോക്കേസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് അടുപ്പ്. ഇവിടെ ഒരു മേശ ഇട്ടിട്ട് ഞങ്ങൾ ഇവിടെയാണ് പൊടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇതാണ് ഗ്യാസ് അടുപ്പ് കേട്ടോ. ഇവിടെ പിന്നെ വെള്ളക്കുടങ്ങൾ, ബക്കറ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പറയാന്നുണ്ടെങ്കിൽ ഇതാണ് റൂം. ഇതാണ് റൂം. അപ്പോൾ റൂമിൽ 2 അലമാര വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു അലമാര ക്ലിയർ അല്ല കേട്ടോ ഗൈസ്. ഈ പൊടിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അലമാര ക്ലിയർ അല്ല. അപ്പോൾ ഇതാണ് അലമാര. ഒരു അലമാര അതാ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അലമാര ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് എൻ്റെ ബുക്കും പെട്ടിയും കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, വീട് മാറിയ കാരണം ഒതുക്കി വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ബുക്കും പെട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ അടിയിൽ കുറേ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അരിയൊക്കെ ഇട്ട് വെച്ച് കുറേ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ജനാല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഉള്ളിലത്തെ കാര്യങ്ങൾ. ഇനി ബാക്ക് വശത്തെ കാര്യങ്ങൾ കാണാം. അപ്പോൾ ഗൈസ്, നേരെ അടുക്കള ഭാഗം ഞാൻ കാണിച്ചു തന്നില്ലേ ഉള്ളിൽ നിന്ന്. അടുക്കള ഭാഗത്തുനിന്ന് ഈ വാതിൽ തുറന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. ഈ ടാങ്ക് നമ്മൾ ആ ഹീലിംഗ് ഫാൻ കാണിച്ചു തന്നല്ലോ, അതിനൊപ്പം മേടിച്ചൊരു ടാങ്കാണ് ഇരിക്കുന്നത്. പിന്നെ ആ ഡ്രം ഞങ്ങൾക്ക് പഴയതായിട്ടുള്ളത് തന്നെയാണ്. ഇതാണ് ബാക്ക് വശം എന്ന് പറയണത്. ബാക്ക് വശം അത്യാവശ്യം സ്പേസൊക്കെ ഉള്ളതാണ്. ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ ഒതുക്കാൻ പറ്റിയ സ്പേസ് ഉള്ളൊരു സ്ഥലമാണ്. തൊട്ട് അപ്പുറത്തൊരു വീടുണ്ട്.
പിന്നെ ഇവിടെയാണ് ഞങ്ങൾ വിറകൊക്കെ ഇപ്പോൾ തൽക്കാലം വെച്ചിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതാണ് 2 ബാത്റൂം. ഇത് കുളിമുറിയാണ്. അത് പിന്നെ സാധാരണ യൂസ് ചെയ്യുന്ന ബാത്റൂമാണ്. ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് പാത്രം കഴുകുക. ഈ സൈഡിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ പറയാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇത് ഞാൻ നീണ്ട ഒരു കാലത്തിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വ്ളോഗ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ആകെ 1 മിനിറ്റ് 1/2 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എടുത്ത വീഡിയോയ്ക്ക് അധികം റീച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഇതിനു മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ബ്ലൈൻഡ് ടെസ്റ്റ് വീഡിയോ ആണ്. അത് കാണാത്തവരെ പോയി കാണുക. അപ്പോൾ ഇനിയും വീഡിയോസ് ഉണ്ടാവുന്നതായിരിക്കും. കാരണം റീച്ച് നമുക്ക് അത്യാവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും കാണണമെന്ന് താല്പര്യമുള്ളവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.